ബിഗ് ബോസിനകത്ത് സിജു ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ബിഗ് ബോസിന് സിജു അകത്ത് നിങ്ങൾ കാണല്ലേ? പൊതുവിൽ ആക്രമണകാരി വാസനയുള്ള ആൾക്കാരെയാണോ ഷിയാസിന് ഇഷ്ടം? കാരണം ഇപ്പം റോക്കി ആയാലും ജാസ്മിൻ ആയാലും ഇച്ചിരി ഒരു എക്സെൻട്രിക് ടീമുകളാണ്. അതുപോലത്തെ ഒരാളാണോ ഷിയാസും? ഒരേ കാറ്റഗറിപ്പെട്ടവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുമല്ലോ നമുക്ക്, കാരണം നമ്മൾ അവരെ ന്യായീകരിക്കും. നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് എന്തൊക്കെയോ സാമ്യമുള്ള ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ട്, അല്ലാതെ എന്റെ ക്യാരക്ടർ അവരും തമ്മിലൊരു തേങ്ങയില്ല. ജാസ്മിൻ പെണ്ണാണ്, ഞാൻ ആണാണ്. എന്ത് ക്യാരക്ടർ? ഷിയാസ് അപ്പൊ സുഹൃത്തെ ശരണിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആർക്ക് വോട്ട് ചെയ്തിട്ടുള്ള? ഞാൻ നുണ പറയാൻ പാടില്ല, ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. അതൊരു തരം ഒരു ചൊറിയൻ സ്വഭാവമല്ലേ? ഇപ്പൊ നിങ്ങളെ പോലുള്ള ആളുകൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാണോ, അതുകൊണ്ട് കാണണം പണ്ടാറണം, അല്ലാതെ ഞാൻ സമയം ഉണ്ടാക്കി കാണുന്നില്ല. നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമുണ്ടോ? കാരണം എനിക്ക് എന്തിനാണ്, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടക്കമേ പറഞ്ഞിരുന്നു. വളരെ ഞാൻ ചൊറിയാൻ നിങ്ങളുടെ ചൊറിച്ചില് കാര്യം. നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ചൊറിയണം, ഞാനല്ല നിങ്ങൾക്ക് മസിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്, സ്റ്റാൻഡേർഡ് ഇല്ലേ നിങ്ങൾക്ക്? ഈ ബിഗ് ബോസ് കൊണ്ട് മാത്രമാണ് ഞാൻ വീട് വെച്ചതും കാറ് വാങ്ങിയതും ജിമ്മ് വെച്ചതും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നതും സ്റ്റാർ മാജിക്കിൽ ഞാൻ നിങ്ങളുടെ ബാക്കിൽ നിൽക്കാം. നിങ്ങൾ ഒരു ബിരുവിനെ പോലെ അല്ല. എടോ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാം. ഒരു പോലീസ് ഓഫീസർ നമ്പർ കൊടുക്കാം, മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്പർ കൊടുക്കാം. ഞാൻ ആ ഉദ്യോഗസ്ഥനോട് വിളിച്ച് പറയാം, ഷിയാസ് പറഞ്ഞിട്ടാണ്, നിങ്ങൾ അവിടെ പോയി സേഫ് ആയിട്ട് പോയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ വാ. നിങ്ങൾ ഈ കമന്റ് അങ്ങനെ എടുത്ത് വായിക്കുക, അപ്പൊ അറിയാൻ വേണ്ടി നിങ്ങളുടെ റേറ്റിംഗ്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ റേറ്റിംഗും ഇല്ല. ഈ പരിപാടി നിർത്തണ്ട, ക്യാമറ കട്ട് ചെയ്തോ മതി, നിർത്തിക്ക പരിപാടി, സ്റ്റോപ്പ് ചെയ്തോ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. അഖിൽ മാരാർ എന്ന വ്യക്തി, അതായത് കഴിഞ്ഞ സീസൺ 5 ഒന്നാം സ്ഥാനക്കാരൻ വിജയ്, അദ്ദേഹം അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 കുറിച്ച് വളരെ മ്ലേച്ഛകരമായിട്ടുള്ള, വളരെ മോശമായിട്ട് ലൈവിൽ വന്നാണ് പറയുന്നത്. അതും ഒന്നുമല്ല, ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം അദ്ദേഹം ലൈവിൽ വന്ന് പറയുന്നത്. അതായത് അവിടെ അദ്ദേഹം പറയുന്ന മെയിനായിട്ട് അസേർട്ട് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഇവിടെ നടക്കുന്നത്, അതായത് ഒരു ഷോ എന്ന് പറയുന്നത് അതിനൊരു അടുക്കും ചിട്ടയും ഇല്ല. അതുകൂടാതെ ഇവിടെ കാണിക്കുന്ന കോലാഹലങ്ങളും കോമാളിത്തരം, എക്സാമ്പിൾ പറഞ്ഞാൽ ഗബ്രി, ജാസ്മിൻ, ജിൻഡോ, അങ്ങനെ കുറേ മത്സരാർത്ഥികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അതുകൂടാതെ പറയുന്നത് അവിടെ വരുന്ന, അതായത് ക്വാളിറ്റി ഇല്ലാത്ത കാൻഡിഡേറ്റ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാൻഡിഡേറ്റ്സ് മത്സരാർത്ഥികൾ, നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാരെ പുറത്ത് നിർത്തുക, പേഴ്സണൽ ആയിട്ട് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാവരും അദ്ദേഹം പറയുന്നില്ല, ഏഷ്യാനെറ്റിന് തലപ്പത്തിരിക്കുന്ന 1-2 ആൾക്കാരുടെ സ്വകാര്യമായിട്ടുള്ള ഇഷ്ടത്തിന്റെ പേര്, അല്ലെങ്കിൽ അവർക്ക് സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി നല്ല നല്ല കാൻഡിഡേറ്റ്സ് പുറത്തു നിൽക്കുകയും അതല്ലാതെ ഉള്ള കാൻഡിഡേറ്റ്സ് അകത്ത് കയറി കളിച്ച് ഈ ഒരു ഷോയിനെ, ഈ സീസൺ 6 കൊളവാക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം മെയിനായിട്ട് ആരോപിക്കുന്നത്. സീസൺ 6 കാരണം പുറത്തും നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായം വളരെ മോശം, അതായത് ഒരു സീസണിനും ഇല്ലാത്ത അത്രയും മോശം. അതായത് ഹൈക്കോടതി ഇടപെട്ട് അല്ല, എന്നാൽ പോലും ഹൈക്കോടതി ഈ സീസണിന്റെ ഉള്ളടക്കം പരിശോധിക്കണമെന്ന് അത് സമ്മതിച്ചു. പക്ഷേ ജനങ്ങളിലാണ് ഇതെല്ലാം നടത്തുന്നതെന്നും ജനങ്ങളിലൂടെയാണ് ഞങ്ങൾ വളരുന്നതെന്നും പരസ്യം കൊടുത്തത്. ജനങ്ങൾ ഒരു മണ്ടന്മാരാക്കി വെക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടല്ലേ ബിഗ് ബോസ് സീസൺ 6 മുന്നോട്ട് നടക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിഗ് ബോസ് ഷോ കൊണ്ട് എന്നെ തിരിച്ചറിഞ്ഞ മലയാളികൾ. അതെ, പിന്നെ അതിലിരിക്കുന്ന അതിനുമ്പ് നമുക്ക് അറിയില്ല, ഷിയാസ് എന്നൊരാൾ മോഡലാണ്, കരിയർ മോഡലാണെങ്കിൽ പോലും. ഹാഫിസ് എന്ന് പറഞ്ഞ അർജുൻ എന്നൊക്കെ പറഞ്ഞ ആളുകള് അത്യാവശ്യം ഈ പറഞ്ഞ റോഡീസ് മുതൽ ഹിന്ദി ബിഗ് ബോസ് മുതൽ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും ബിഗ് ബോസ്, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജും പരിപാടികൾ ചെയ്ത്, റിയാലിറ്റി ഷോ ചെയ്ത്, മലയാളി ഹൗസ് പോലും ചെയ്ത ആൾക്കാരാണ് ഈ ബിഗ് ബോസ് ചെയ്യുന്നത്. അവരും കൂടി ഇരുന്നിട്ടാണ് ഈ ജഡ്ജ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ കുളിക്കാറില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഷിയാസും. അങ്ങനെ ഉണ്ടോ? ഞാൻ കുളിക്കാറുണ്ട്, നിങ്ങളോട് ഞാൻ നല്ല സ്പ്രേ അടിക്കും. ഞാൻ 2 നേരം 3 നേരം കുളിക്കാറുണ്ട്. ഓക്കെ, എന്ത് ചോദ്യമാണ്, ഒരു ഊള ചോദ്യമൊക്കെ ചോദിച്ചിട്ട് പറ കുളിക്കാറില്ല. പിന്നെ വേറൊരു ചോദ്യം കൂടെ, വീഡിയോ അയച്ചാൽ എന്റെ കുളിക്കാൻ വീഡിയോ. എന്ത് ചോദ്യമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കില്ല? പറ നിങ്ങൾ പറ. അല്ല, ഞാൻ ഉണ്ടാക്കിയ ചോദ്യമല്ല ഇത്. ആക്ച്വലി ഇത് പുറത്ത് പറയുന്ന ഒരു ചോദ്യമാണ്. ഞാൻ കുളിക്കാറില്ല, കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞ വീഡിയോ അയച്ചത് ഞാൻ കുളിക്കാം. ഓക്കെ, എന്തായാലും അയച്ചു നോക്കി. ഇനിയിപ്പൊ അത് എയറിൽ ആവശ്യത്തിൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്റെ പേര് കേട്ടു, ഷിയാസ് കരീം എനിക്ക് കുളിക്കുന്ന വീഡിയോ അയച്ചു. അതാണ് ഉദ്ദേശിച്ചത്. പൊന്നെ ശാരികയെ നിന്നെ കാണാൻ താരകം താഴെ വന്നു ആശംസയേകാൻ. പറ.
ഓക്കെ, ഇപ്പൊ ഈ ജാസ്മിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ചോദ്യമാണ് ജാസ്മിനെ നമ്മൾ ചോദ്യം ചോദിക്കണമല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ പറ. നിങ്ങളാണല്ലോ പറഞ്ഞു എന്ത് ചോദ്യത്തിന് ഞാൻ വളരെ കൂളായിട്ട് മറുപടി പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ചൂടായിക്കൊണ്ട് കത്തിയാ അത് ഭയങ്കര ഒരു ബോധമില്ലാത്ത ചോദ്യം, കുളിക്കാറുണ്ടോ എന്നൊക്കെ പറ. ഓക്കെ, നമ്മളിപ്പോ നിങ്ങള് മറ്റേ റോക്കിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. റോക്കിയെ സപ്പോർട്ട് ചെയ്തിരുന്നു ബിഗ് ബോസിൽ സിജോനെ തല്ലുന്നതിന് മുമ്പ് വരെ. ഓക്കെ, അപ്പൊ സിജോയെ തല്ലി പുറത്താക്കി. സിജോ അതിന് ശേഷം സിജോനെ തല്ലി പുറത്താക്കി ട്രീറ്റ്മെന്റിനായിട്ട്. ഒരു 2 വീക്സോളം അയാൾ പുറത്തു പോയല്ലോ. അയാള് ഇവിടെ ജോ പൊട്ടി അങ്ങനെ അയാള് പോയി റോക്കിയും പുറത്തായി. സിജോ ഇപ്പൊ വീണ്ടും നന്നായിട്ട് കളിക്കുന്നുണ്ട് അതിന്റെ അകത്ത്, നല്ല പ്ലെയർ ആയിട്ട്. ബിഗ് ബോസിനകത്ത് സിജോ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ബിഗ് ബോസിന് സിജോ അകത്ത് നിങ്ങൾ കാണല്ലേ? പൊതുവിൽ ആക്രമണകാരി വാസനയുള്ള ആൾക്കാരെയാണോ ഷിയാസിന് ഇഷ്ടം? കാരണം ഇപ്പം റോക്കി ആയാലും ജാസ്മിൻ ആയാലും ഇച്ചിരി ഒരു എക്സെൻട്രിക് ടീമുകളാണ്. അതുപോലത്തെ ഒരാളാണോ ഷിയാസും? ഒരേ കാറ്റഗറി പെട്ടവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുമല്ലോ നമുക്ക്, കാരണം നമ്മൾ അവരെ ന്യായീകരിക്കും. ഞാൻ ഒറ്റ വലിക്ക് പിടിച്ചു, അമ്മാതിരി ചൂട് ചോദ്യം നിങ്ങൾ ചോദിച്ചു. എടോ ആക്ച്വലി ഞാൻ പറഞ്ഞ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അത്യാവശ്യം മോത്ത് നോക്കി പറയുന്ന ആളുകൾ. അതിന് എക്സെൻട്രിക് എന്നൊരു അർത്ഥം ഉണ്ടോ? നിങ്ങൾക്ക് തോന്നിയത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും എക്സെൻട്രിക്കുകളല്ല. അല്ല, പിന്നെ എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം, മോത്ത് നോക്കി പറയുന്ന ആൾക്കാരെ. അല്ലാതെ ഞാനിങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോയിട്ട് അങ്ങനെയൊന്നും ഇല്ല, സ്ട്രൈറ്റ് ആയിട്ട് പറയും. പക്ഷെ സ്ട്രേറ്റ് ഉള്ള ആൾക്കാർ ഇറിറ്റേറ്റഡ് ആകത്തില്ല ഇങ്ങനെ. പക്ഷെ ഷിയാസ് എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ചോദ്യങ്ങൾ ഇറിറ്റേറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. ദേഷ്യം വരുന്നത് ചോദിച്ചപ്പോ ഞാൻ ഇത് വെച്ചിട്ട് അടിക്കും നിങ്ങളെ. സീരിയസ്, നിങ്ങൾ പെൺകുട്ടിയായി പോയി. അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാ നിങ്ങൾക്ക്? എടോ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്നെക്കാൾ കൂടുതൽ ഇറിറ്റേഷൻ ഇത് കാണുന്ന ആളുകൾക്കുണ്ടോ? നിങ്ങൾ അമ്മാതിരി ചോദ്യം എന്നോട് ചോദിക്കുന്നത് എന്താണ് ചോദിച്ചത്? നിങ്ങൾ കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു അശ്ലീലമല്ലല്ലോ. ജാസ്മിന്റെ കാര്യം ചോദിച്ചിട്ട് അതിന്റെ ഒപ്പം ഞാൻ ഷിയാസും കുളിക്കാറില്ല അങ്ങനത്തെ ആളാണെന്ന് നിങ്ങൾ ചോദ്യം. അല്ല, നിങ്ങൾ ഈ സപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറായിട്ട് എന്തൊക്കെയോ സാമ്യമുള്ള ഫീൽ പൊന്ന് ഷാരികെ, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ട്. അല്ലാതെ എന്റെ ക്യാരക്ടർ അവരും തമ്മിൽ ഒരു തേങ്ങയില്ല. ജാസ്മിൻ പെണ്ണാണ്, ഞാൻ ആണാണ്. എന്ത് ക്യാരക്ടർ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇതല്ലേ. ആണും ഒരു പെണ്ണ്. എനിക്ക് ജാസ്മിനെ ആസ് എ പ്ലെയർ എന്ന രീതിയിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം അതിന്റെ അകത്ത് അവർ നന്നായിട്ട് കളിക്കുന്ന വിന്നർ ആവാനുള്ള എല്ലാ രീതിയിലും ഉള്ള ക്വാളിറ്റി ഉണ്ട്. എനിക്കറിയില്ല ഇനി അവർ വിന്നർ ആവോന്ന്. ഇനി വിന്നർ ആയാൽ അത് നല്ല കാര്യമാണ്. പക്ഷെ അവിടെ ഉള്ള ആളുകളൊക്കെ അവരെ ഭയങ്കര ട്രോൾ ചെയ്യുന്നുണ്ട്. എനിക്ക് അവരുടെ വ്യക്തിപരമായിട്ട് ദേഷ്യമില്ല, എന്നെ അവര് വ്യക്തിപരമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ അവരാകെ 1-2 വട്ടം കണ്ടിട്ടുള്ളൂ എന്റെ ലൈഫില്. ഒരു കല്യാണത്തിന് പോയപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അവരോട് വേറെ വ്യക്തിപരമായിട്ട് ദേഷ്യമൊന്നും കാര്യമൊന്നുമില്ല. എല്ലാം ഇല്ലാത്ത ഒരാളെന്തിനാണ് പിന്നെ അയാളെ ബിഗ് ബോസിൽ പോയിട്ട് ഗബ്രിയായിട്ട് ഇരുന്നെന്നും പറഞ്ഞു. ഷിയാസ് ഇപ്പോഴും ഷിയാസ് ആ എക്സെൻട്രിസിറ്റിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും എന്നെ ഒന്ന് ഒരു സെഗ്മെന്റ് തുടങ്ങിയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോലും ഷിയാസ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ കുളിക്കാറുണ്ടോ? ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഇത്രയൊക്കെ പബ്ലിക്കായിട്ട് വെറുപ്പ് കിട്ടിയ ഒരു സീസൺ ആയിട്ടും അല്ലെങ്കിൽ വെറുപ്പ് കിട്ടിയ കാൻഡിഡേറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി ആയിട്ടും നിങ്ങൾ അയാളെ, അതായത് ഒരു മുൻ മത്സരാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അവരെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നത് ഈ എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ടും അത് എന്ത് വൃത്തികേടാണെന്നാണ് ചോദിക്കുന്നത്. അല്ലല്ല, കുളിക്കുന്ന മാത്രമല്ല അവരെ കാണിച്ചു. ഇപ്പൊ ഗബ്രി, ജാസ്മിൻ, ഷിയാസ് ഇപ്പോ ചോദിക്കുന്നത് ജാസ്മിന്റെ കൃത്യമായി വാച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ BBC6. അപ്പൊ ജാസ്മിൻ ഓരോന്ന് 10 വട്ടം പറഞ്ഞു. ശരി, 10 വട്ടം പറഞ്ഞു. അപ്പൊ 10 വട്ടവും അത് കാണുന്നുണ്ടായിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ സ്ഥിരമായി ലൈവായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതിൽ ജാസ്മിൻ കാണിക്കുന്ന ഓരോ ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. ഓക്കെ, കാരണം എനിക്ക് എന്തിനാണ്? ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടക്കം വഴിയേ പറഞ്ഞിരുന്നു. വളരെ ഞാൻ ചൊറിയാൻ നിങ്ങളുടെ ചൊറിച്ചില് കാര്യം. നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയല്ലേ ചൊറിയണം, ഞാനല്ല. നിങ്ങൾക്ക് മസിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്? സ്റ്റാൻഡേർഡ് അല്ലേ നിങ്ങൾക്ക്? ഇപ്പൊ വൃത്തികെട്ട ചോദ്യം ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ എന്തെല്ലാം വൃത്തികേടുകളാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്? പുറം ചൊറിഞ്ഞു തരാവുന്ന ഒരു ആങ്കറിനോടാണോ നിങ്ങൾ? എനിക്ക് മാന്യത കുറവാണ്. ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നത് പിന്നെ ശ്രീനാഥ് വാസിയൊക്കെ തെറി വിളിക്കുന്നത് ഭയങ്കരമായിട്ട് ഞാൻ അവളെ സെലൂട്ട് അടിക്കുന്നത്. ഞാൻ പറഞ്ഞത് എക്സെൻട്രിസിറ്റി ആണ് നിങ്ങളുടെ മുഖമുദ്ര. അതായത് തെറി വിളിക്കുക, ജോ ഇടിച്ച് പൊളിക്കുക, കുളിക്കാതിരിക്കുക, അതുപോലെ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇപ്പൊ തന്നെ ഈ എക്സെൻട്രിക്കുകളെ ഒരാളെ അവിടുന്ന് അവർ പുറത്താക്കി. അതായത് ജാസ്മിൻ ഒരു കാര്യം ജാസ്മിൻ പറയുന്നത് കേക്ക്. ജാസ്മിൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്വേത പറഞ്ഞിട്ട് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ചെന്നു പവർ ടീമിന്റെ ഇടയ്ക്ക്. അവർ ചെയ്യാത്തതിന്റെ പേരിൽ അവള് ഗ്യാസ് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പവർ ടീമിലെ റസ്മിൻ അവളുടെ തലയിലിരുന്ന് കിരീടം തട്ടി താഴെ ഇട്ടു. അത്രയും പ്രൊവോക്ക് ചെയ്യുന്ന ഒരുത്തിയാണ് ജാസ്മിൻ എന്ന് പറയുന്നതിനകത്ത്. ആ ജാസ്മിനെ നിങ്ങൾ അങ്ങ് ഘോരം സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഞാനത് പറഞ്ഞതിനോട് എനിക്ക് പറയേണ്ടി വരും. കാരണം നിങ്ങളൊരു കാലിലെ നഖം കടിക്കുക, തുപ്പിയിടുക, വെള്ളത്തിൽ തുപ്പിയിടുക, ഇതൊക്കെ ചെയ്യുന്നത് തുപ്പിയിടുക ചായക്കകത്ത് തുമ്മിയിടുക, ഇതെല്ലാം കാണിക്കുന്നത് ഇവൾക്ക് ആ ഒരു മാനേഴ്സ് എന്ന് പറഞ്ഞ സാധനം. അതായത് ഒരു പ്രിൻസിപ്പിൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കണ്ടിരുന്നു.
എടോ അതൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് നിങ്ങൾ പറയുന്നത് ജാസ്മിൻ ഒരു കുഴപ്പമില്ല, അവള് നല്ല കുട്ടിയാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ എന്ന ഗെയിം ഞാൻ അയാളുടെ ഹൈജീനോ അയാളെ ഇറ്റ് ഈസ് ഇൻ ദ ബിഗ് ബോസ് ഷോ. ബിഗ് ബോസ് ഷോയിലാണ് അവരുടെ ഹൈജീനും അവരുടെ ക്യാരക്ടറും. ഞാൻ അതിനെ ബേസ് ചെയ്യണം നിങ്ങളോട് ചോദിക്കുക, അല്ല അവരുടെ വീട്ടിൽ പോയി നിങ്ങൾ കണ്ടിട്ട് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായി ഷിയാസാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ ചെയ്യില്ലടോ. അതാ അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ ഇങ്ങനെ സപ്പോർട്ട്? നിങ്ങൾ അത്യാവശ്യം ഭേദമായിട്ട് കളിക്കുന്നത് ജാസ്മിൻ, സിജോ, ജിൻഡോ, അൻസിബ, റോക്കി പോയി, റസ്മിൻ പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല, റസ്മിൻ ഇങ്ങനെ നൈസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത്തരം പേരൊക്കെയാണ് ഈ സിജോയും ജാസ്മിനും ഈ ജിൻഡോയും. സിജോയുടെ ഗെയിം സ്ട്രാറ്റജി കറക്റ്റ് ആണോ? സിജു ഇപ്പോ നോട്ട് ഓക്കെ. ഇപ്പൊ അയാള് നേരത്തെ ആള് ഭയങ്കര സംസാരിക്കുന്നതാണ്. ഇപ്പൊ അയാൾ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ യോജിക്കുന്നില്ല. എനിക്ക് അയാൾ ഇങ്ങനെ ഇങ്ങനെ പതുങ്ങി. നോറ ഒരു ഷഗുനി ക്യാരക്ടർ കളിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നോറ നല്ല പ്ലെയർ ആണ്. ഞാൻ പ്ലെയർ അല്ലാന്ന് ഞാൻ പറയുന്നത്, പക്ഷെ ഒരു എന്താ പറയാ ഒരു പ്രത്യേക ക്യാരക്ടറായിട്ട് തോന്നും. ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കും. പിന്നെ ഇങ്ങനെ കൊഞ്ചിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് 24 വയസ്സെന്നോ 23-24 അവർക്ക് ഇങ്ങനെ അല്ലെ. നോറയ്ക്ക് എത്ര ഏജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ കൊഞ്ചുന്നൊക്കെ അപ്പൊ ജാസ്മിൻ എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നത്? ജാസ്മിൻ ലോക കൊഞ്ചലായിരുന്നല്ലോ അതിനകത്ത് കിടന്നുണ്ട്. ഗബ്രിയടിക്കൽ എന്തെല്ലാം അത് വേറെ, അത് ആൺകുട്ടി എടുത്ത് കൊഞ്ചന. ഞാൻ ഉദ്ദേശിച്ചത് നോറയുടെ നേച്ചർ അങ്ങനെയാന്ന്. ഇങ്ങനെ അതവരുടെ സ്വഭാവമല്ലേ, അവരെ നമുക്ക് അങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത്. എനിക്ക് ചില ആളുകൾ ചിലതൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇപ്പൊ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇഷ്ടമല്ല. അല്ല, ബിഗ് ബോസ് സീസൺ 6 സീസൺ 6 ശരണ്യ ഔട്ടായി, എവിക്റ്റഡ് ആയി. ശരണ്യ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കുന്ന ഗെയിമറായിരുന്നു. അതിനേക്കാളും വേഴ്സായിട്ട് കളിക്കുന്ന ഗെയിമറാണ് ജാസ്മിൻ. എന്നിട്ട് ജാസ്മിന്റെ നോമിനേഷനും ഇല്ല, ജാസ്മിനിട്ട് പുറത്താക്കത്തുമില്ല. ഇതൊക്കെ എന്താണ് ഇതിൽ? ഈ പറയുമ്പോൾ അഖിൽ വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നല്ല ജാസ്മിനെക്കാളും നന്നായിട്ടൊക്കെ ശരണ്യൊന്നും ഒരു ഇതിലും ഇല്ലാതെ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവരെയൊക്കെ ഒരു ഇതും ഇല്ലാതെ പുറത്താക്കുന്ന വെച്ചാൽ ബിഗ് ബോസിന്റെ കള്ളക്കളികളല്ലേ ഇതല്ല. അഖിൽമാരാർ പറയുന്ന സ്റ്റേറ്റ്മെന്റിനോട് നമുക്കപ്പോ സത്യമല്ലേ എന്ന് തുറന്നു ചോദിക്കേണ്ടി വരും, ജനങ്ങൾക്ക് ചോദിക്കേണ്ടി വരും. കാരണം ജനങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്ത ആകെ 10-14 അയച്ചുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ ആളുകൾ നല്ല പ്ലേയേഴ്സൊക്കെ ലാസ്റ്റ് ആകുമ്പോൾ പുറത്താവും. 5 പേര് ഫൈനലിൽ 14 ദിവസം 40-49 ദിവസം ഇനിയുണ്ട്. അതെ, 14 ആഴ്ച 16-15 അത്രേ ഉള്ളൂ. ഇതിലിപ്പോ ഒരു ദിവസം ഇങ്ങനെ പുറത്താണ്ടിരിക്കും. അപ്പൊ നല്ല പ്ലേയേഴ്സ് ഇങ്ങനെ പുറത്താവും. അതിലിപ്പോ നമ്മളിങ്ങനെ നിങ്ങളിങ്ങനെ ഷിയാസിന്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നില്ലേ ശരണ്യ? എന്റെ ഫേവറേറ്റ് എന്റെ സുഹൃത്താണ് സുഹൃത്താണ് ശരണ്യ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ബിഗ് ബോസിന് ഈ സീസണിൽ അങ്ങനെ ആരോടും ഇഷ്ടക്കുറവൊന്നുമില്ല. കാരണം എല്ലാ ആളുകളും അവരുടേതായ വ്യക്തിപരമായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് നോറയുടെ സംസാരം ചിലതൊന്നും എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ശരണ്യയുടെ ചില സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ യോജിക്കുന്നില്ലായിരുന്നു. ജിൻഡോട് എന്തോ സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു ജിൻഡോന് ശരണ്യ നേരത്തെ അറിയുന്ന ഒരാൾക്കാരാണ്. അതിന്റെ അകത്തോട്ട് ഒരാളോട് സുഹൃത്തായ ശരണ്യക്ക് വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആർക്ക് വോട്ട് ചെയ്തിട്ടുള്ള? ഞാൻ നുണ പറയാൻ പാടില്ല. ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തിട്ടില്ല. ഒരു സീസണിൽ ഒരാൾക്കും. ഞാൻ തമിഴിലും ഹിന്ദിയിലൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഞാൻ ഒരാൾക്ക് പോലും വോട്ട് ചെയ്തിട്ടുണ്ട്. സത്യമായിട്ട് അതൊരു തരം ഒരു ചൊറിയൻ സ്വഭാവമല്ലേ അത്? ചൊറിയനാ. എന്റെ ഫോണിൽ ഇല്ലാടോ അത് വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഐഫോണിൽ. അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ. കോളും ഉണ്ടല്ലോ, എനിക്കില്ലത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ. ഞാൻ ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ബിഗ് ബോസ് അഡിക്റ്റഡ് ഒന്നുമല്ല. ഞാൻ ആസ് എ എക്സ് കണ്ടസ്റ്റന്റ് എന്ന രീതിയിൽ പോലുള്ള ആളുകൾ എന്നോട് ചോദിക്കുമെന്ന് എനിക്ക് അറിയാണോ, അതുകൊണ്ട് കാണണം പണ്ടാറണം. അല്ലാതെ ഞാൻ സമയം ഉണ്ടാക്കി കാണുന്നില്ല. അല്ല, ചൊറിയ നിങ്ങൾ ഇങ്ങനെ കത്തിയമർന്നിട്ട് കാര്യമില്ല. കാം ഡൗൺ ആവും. നിങ്ങളോട് ആദ്യമേ ഈ ഷോയുടെ പ്രത്യേകത പറഞ്ഞിരുന്നു, ഹോട്ട് സീറ്റ് ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് പൊരിച്ചേ പറ്റൂ. പൊരിക്കാനോ? ഞാൻ കോഴിയാ. അത് നിങ്ങളാണ് ജനങ്ങളോട് തെളിയിക്കണം, നിങ്ങൾ കോഴിയാണോ അല്ലേ? അപ്പൊ തെളിയിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ശരണ്യക്ക് ഒരു വോട്ട് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ശരണ്യയെ ഇതുപോലെ നിങ്ങൾ കാൻഡിഡേറ്റ്സ് നിങ്ങൾ പറഞ്ഞല്ലോ ശരണ്യ സുഹൃത്താണ്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പോകാതിരുന്നേനെ നിങ്ങളുടെ ഒരു വോട്ടൊക്കെ കൊണ്ട്. ഞാൻ ശരണ്യക്ക് സപ്പോർട്ട് ചെയ്യണം. ശരണ്യനും ഈ പറഞ്ഞ ജിൻഡോ അങ്ങനെ കുറെ ആളുകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, അവരുടെ ഉള്ളിലുള്ള ആൾക്കാർ പ്ലെയർ ആണ്, ഗുഡ് പ്ലെയേഴ്സ് ആണെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? വോട്ട് ചെയ്തില്ല അളിയാ. അത് നോക്ക്, ഞാൻ ഇലക്ഷന് പോലും വോട്ട് ചെയ്തില്ല. പിന്നെയാണ് സ്റ്റാർ മാച്ച്. നിങ്ങൾ ഇലക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാർഡ് മെമ്പർ ആയിട്ടൊന്നും നിന്നിട്ടില്ലല്ലോ ഇലക്ഷന്റെ കാര്യം പറയാൻ. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ അതിൽ വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തുകൊണ്ട്, നിങ്ങൾ ബിഗ് ബോസിൽ ഷോയിൽ ചെയ്തിരുന്ന ഒരാളല്ല. അപ്പൊ ബിഗ് ബോസിന്റെ ഉള്ളറകൾ അറിയാവുന്ന ഒരാളാണ്, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് വരുന്ന കാൻഡിഡേറ്റ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത? എന്ത് സപ്പോർട്ട്, ഇതുപോലെ വോട്ടൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ? എനിക്ക് സമയമില്ല സപ്പോർട്ട്. നിങ്ങൾ ഇന്റർവ്യൂവിൽ വന്നിരുന്ന് ഇങ്ങനെ അതും ഇതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ പ്രവർത്തികളോട് ചെയ്യണ്ടേ, സപ്പോർട്ട് ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ ആനയും ആടും തമ്മിൽ അന്തരം ഉണ്ടല്ലോ. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു, എനിക്ക് ഷോ ഇരുന്ന് കാണാറുണ്ട്. ഞാൻ സമയം ഉണ്ടാക്കിയിരുന്ന് കാണേണ്ടതാണ് ഷോ. രാത്രി ഉറങ്ങാക്കാലും 1 മണിക്കൂർ
ഞാൻ ആ ഷോ അത് ഏതൊരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അതായത് നമ്മുടെ ഷോ, അതായത് BB6 ലാലേട്ടൻ വലിയ കോരോകോരം പറഞ്ഞത് ഇനി മാറ്റിപ്പിടിക്കാം. പക്ഷേ ബിഗ് ബോസിലെ ഈ സീസൺ 6 ഷോ അതായത് സിംഗിൾ കാൻഡിഡേറ്റ്സിലേക്ക് ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് സംശയമുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിൻഡോ, പിന്നെ ജാസ്മിൻ, അങ്ങനെ ചെറിയ അവരുടെ പ്രിയപ്പെട്ട എന്ന് തോന്നിപ്പിക്കുന്ന ചെറിയ അതായത് ഒരു ടോട്ടൽ സെനാരിയോ, ഒരു ടോട്ടൽ പ്ലേയിങ് ഇല്ലാതെ സെൻട്രലൈസ്ഡ് ചെയ്ത്, അതായത് ഓരോരോ സിംഗിൾ പേഴ്സണാലിറ്റീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആണ് ജനങ്ങളുടെ ഒരു തോന്നൽ. അതിനെക്കുറിച്ച് എന്താ ഷിയാസിന് പറയാനുള്ളത്? അതായത് സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഷോ എന്ന് പറയുന്നത് അങ്ങനെ അല്ലല്ലോ വേണ്ടത്. അങ്ങനെയൊന്നുമില്ല. എല്ലാ സീസണിലും ഒരു രാജാവും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ രാജാക്കന്മാർ മാറി വരുമല്ലോ. ഓരോ സീസണിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുത്തനെ വെട്ടി കുതിര വെട്ടി രാജാവ്, രാജ്ഞിയെ വെട്ടി രാജാവ്, അങ്ങനെ. പക്ഷെ ഇവിടെ അതില്ല. ഇവിടെ മൊത്തത്തിൽ പരത്തി എറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾക്കാരില്ല, ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ, അങ്ങനെ ചെറിയ ഞാൻ ഇപ്പൊ അഖിൽമാരാണ് സീസൺ അഖിൽ ജയിക്കുമെന്ന് 100% ഒരാൾക്ക് ഉറപ്പായിരുന്നു ഒരു സമയമൊക്കെ ആയപ്പോ. മനസ്സിലായോ? അത് ലാസ്റ്റ് മൊമെന്റിലൊക്കെ അല്ലേ? ലാസ്റ്റ് മൊമെന്റിൽ ഇത് തുടക്കം തൊട്ടേ ഇങ്ങനെ അല്ലല്ല. ഒരു ഷോ ഒരു 60 ദിവസം 60 ദിവസം അഖിലായി അവിടെ. കളിച്ച് 60 ദിവസം എത്തിയതാണ്. ഞാൻ പറഞ്ഞേ, ഈ സീസണിൽ അങ്ങനെ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ജയിക്കാൻ തോന്നിയ ആളുകളുടെ പേര് 3-4 പേര് വന്നത്. ഒരാളുടെ പേര് എനിക്ക് ഷാർപ്പായിട്ട് പറയാനുള്ള ഗെയിമർ അതിന്റെ അകത്തില്ല. അതാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സീസണിൽ നിങ്ങൾക്ക് രാജകീയ പദവി കിട്ടായിരുന്നത്? എനിക്ക് അതിനുള്ള കഴിവൊന്നും ഇല്ലടോ. രാജാവ് ആവാനുള്ള കഴിവ് എനിക്ക് ലുക്ക് തോന്നുള്ളൂ. എനിക്ക് രാജാവ്. ഇത് തന്നെയല്ലേ നിങ്ങൾ ആ സീസൺ ലാലേട്ടൻ മുമ്പിൽ കരഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ഇതിന് കഴിയില്ല ലാലേട്ടാ, ഞാൻ പറഞ്ഞുവിടും, എന്നെ പറഞ്ഞുവിടും. സീസൺ 1 നിങ്ങളുടെ സീസണിൽ എന്നെ പറഞ്ഞുവിടുന്നല്ലോ ഞാൻ പറഞ്ഞത്. എന്നെ പറ്റില്ല ലാലേട്ട, എനിക്ക് പറ്റണില്ല ലാലേട്ടാ, അങ്ങനെ പറഞ്ഞു. ഇതേ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. ഞാനിപ്പോ എന്ത് പറയാ, സമയം വളരെ മോശമാണ് എന്റെ. മറുപടി പറയൂ. എടോ ഞാനേ ആ സീസണിൽ ഞാനങ്ങ് ഭയങ്കര ഇമോഷണലായി. കാര്യം എന്നെ പറഞ്ഞുവിടുന്ന് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ മലയാളം വായിച്ച് തെറ്റിപ്പോയി. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ എൻ്റെ മലയാളം എനിക്ക് വായിക്കാൻ അറിയാത്ത ഒരാൾക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ കൊടുക്കാൻ പാടില്ല സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ആ കരഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോയി. പക്ഷേ രാജകീയ പദവി കിട്ടിയ ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ രാജാക്കന്മാർ, നിങ്ങളുടെ സീസണിലും മറ്റു സീസണിലൊക്കെ രാജാവ് കളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അവനുമായിട്ട് അദ്ദേഹവുമായിട്ട് നിങ്ങൾ വാക്പോരും മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് ഈ പറഞ്ഞ വ്യക്തി നിങ്ങൾക്ക് കിട്ടാതെ അവർക്ക് കിട്ടുന്നോണ്ടാണോ? ആ ഒരു ചൊറിച്ചിലാണോ? നേരത്തെ പറഞ്ഞ ചൊറിച്ചിലാണ്. ഞാൻ 3-ാം സ്ഥാനമായ ആളാണ് ബിഗ് ബോസിൽ. ഈ ബിഗ് ബോസ് കൊണ്ട് മാത്രമാണ് ഞാൻ വീട് വെച്ചതും കാറ് വാങ്ങിയതും ജിമ്മ് വെച്ചതും ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നതും സ്റ്റാർ മാജിക്. അതുകൊണ്ട് ബിഗ് ബോസ് എല്ലാ സീസണിലും എന്ത് വൃത്തിയോട് കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. ബിഗ് ബോസിലൂടെ നിങ്ങൾക്ക് ഇത് കിട്ടി. അങ്ങനെ കിട്ടിയ ഒരാളാണ് അഖിൽമാരും. നിങ്ങളെക്കാളും നല്ല രീതിക്ക് അയാൾ ഇപ്പോൾ കുറെ 5-6 കാർ വാങ്ങിക്കുന്നു, ബോൾ വാങ്ങിക്കുന്നു, ബെൻസ് എടുക്കുന്നു, G6 എടുക്കുന്നു, G25 നടക്കും, പുതിയത് ഇറക്കുന്നു. ഇതൊക്കെ ഇറക്കിയിട്ടും അയാൾ ഉള്ള സത്യങ്ങൾ തുറന്നു വിളിച്ചു പറയുന്നു. ആ ധൈര്യം നിങ്ങൾക്കില്ലേ? എന്റെ സീസണിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലടോ. നിങ്ങളുടെ സീസണിന്റെ അല്ല ഇവിടെ ആരോപണം പറഞ്ഞിരിക്കുന്നത്. സീസൺ 6 BB6 കുറിച്ചാണ് അഖിൽ പറഞ്ഞത്, അല്ല സീസൺ 5 കുറിച്ചല്ല അഖിൽ പറയുന്നത്. സീസൺ 6 ഇത്രയും തരം താണ ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അയാൾ ചോദ്യം ചോദിക്കുന്നത്. ഒരു യഥാർത്ഥ കാൻഡിഡേറ്റ് അങ്ങനെയല്ലേ, ഒരു യഥാർത്ഥ മത്സരാർത്ഥി അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അയാളത് ചെയ്യുന്നുണ്ടല്ലോ. അയാൾക്കും കിട്ടിയില്ലേ കാറും സമ്മാനവും ലക്ഷങ്ങളും ഒക്കെ. ഞാനൊരു കാര്യം പറ്റേ, നിങ്ങൾ പറഞ്ഞ ഈ അഖിൽമാരാറും ഇവർ റോബിനും, ഈ അഖിൽമാരാർ പിന്നെയും കുറച്ച് ഗോൾഡിൻ്റെ അയാൾ പിന്നെ ജയിച്ചു എന്ന് പറയാം. ആൾക്ക് പറയാം. ഞാൻ 3rd സ്ഥാനത്തിരുന്ന് പോയ ആള് പോയിട്ട് ഇത് പോയി പറയാന്ന് പറഞ്ഞാൽ എൻ്റെ സീസണിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നേ. ഇല്ലാത്ത കാര്യം, ഞാൻ അറിയാത്ത കാര്യത്തെ പറ്റി ഞാൻ എന്തിനാണ് വിമർശിക്കുന്നത്? പിന്നെ ഞാൻ പറയുന്നു സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടായിട്ട് അവർ ആ സമയത്ത് പറഞ്ഞു, അല്ലാതെ അതെന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? ആ സമയത്ത് എങ്ങനെ പറയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാ സ്ത്രീകൾക്കും സംസാരിക്കാനുള്ള വോയിസ് ഉണ്ട്. അല്ലെ ഊമകളാണോ സ്ത്രീകള്? നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണല്ലോ. നിങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ പറയാൻ താല്പര്യപ്പെടും? അവർക്ക് എന്തെങ്കിലും പീഡനങ്ങളോ എന്തെങ്കിലും ഇതുപോലുള്ള മോശം അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സുഹൃത്ത് നിലയിൽ നിങ്ങൾ എന്തായിരിക്കും അവർക്ക് ഉപദേശം കൊടുക്കുക? ഞാൻ നിങ്ങളുടെ ബാക്കിൽ നിൽക്കാം, നിങ്ങൾ ഒരു ബിരുവിനെ പോലെ അല്ല. ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാം. ഒരു പോലീസ് ഓഫീസർ നമ്പർ കൊടുക്കാം, മുതിർന്ന ഉദ്യോഗസ്ഥൻ നമ്പർ കൊടുക്കാം. ഞാൻ ആ ഉദ്യോഗസ്ഥനോട് വിളിച്ചു പറയാം, ഷിയാസ് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ പോയി സേഫ് ആയിട്ട് പോയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ വാ, എന്റെ FIR ചെയ്ത് നോക്ക്, ഇന്ന വ്യക്തിയുടെ പേര്, അങ്ങനെ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഞാൻ എന്ത് പറയാൻ? നിങ്ങളൊരു നല്ല ഗെയിമർ ആയിരുന്നാണോ നിങ്ങൾ പറയുന്നത്? സീസൺ 1 ഞാൻ ഗെയിമർ അല്ല, ഓക്കെ, ഒരു ഗെയിമർ അല്ല, ഒരു പ്ലെയർ ആയിരുന്നു. മനുഷ്യനോ ഗെയിമറോ, മനുഷ്യന്മാരെയാണല്ലോ ഗെയിമിലേക്ക് എടുത്തിരിക്കുന്നത്. അതിനകത്തുള്ളവരാരും മൃഗങ്ങളല്ലല്ലോ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് BB6 നിങ്ങളെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടോ ഒരു ഗസ്റ്റ് ആയിട്ടോ അവരെന്തുകൊണ്ട് ക്ഷണിച്ചിരുന്നോ? അല്ലെങ്കിൽ ക്ഷണിക്കാത്ത എന്തുകൊണ്ടായിരിക്കും? അതിന്റെ പേഴ്സണൽ കാര്യമാണ്. ചിലപ്പോൾ ക്ഷണിച്ചിട്ടുണ്ടാവും, എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല.
അതെന്തുകൊണ്ട് ആ ഷോയെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്? ഞാൻ വേറൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസൺ ആണ് 6 എന്ന് പറയുന്നു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? ഞാൻ വേറൊരു ചാനലിൽ ഒരു ഷോ ആയിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ആളാണ്. അപ്പൊ ഞാനൊരു ചാനലിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാൾ വേറെ ചാനലിലേക്ക് പോയാലും ആവശ്യമില്ല. ഇനി ഷിയാസിന്റെ അഭിപ്രായത്തിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ സീസൺ 6 പ്ലേയേഴ്സിനെയൊക്കെ. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് എല്ലാവരും ഇഷ്ടം. അപ്പം ഏറ്റവും 5 ആദ്യത്തെ ലാസ്റ്റ് 5 വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാവോ? ജിൻഡോ, സിജോ, ഓക്കെ, നോറ, മേ ബി ഒരു ഓപ്ഷൻ ഉണ്ടോ പറഞ്ഞ, ജാസ്മിൻ, ഒന്നെങ്കിൽ അൻസിബ അല്ലെങ്കിൽ നന്ദന. ഒരാളുടെ പറയും ഉറപ്പിക്കും. അൻസിബ അല്ലെങ്കിൽ നന്ദന. ഓക്കെ, ഇത്ര അഞ്ച് പേര് വരായില്ലേ? ഇതാണ് എൻ്റെ ഒരു നിഗമനത്തിലുള്ള 5 പേര്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ചിലപ്പോൾ സീക്രട്ട് ഏജന്റ് വരാം ചിലപ്പോൾ. കാര്യം ഇപ്പം അയാൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. സ്റ്റിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടപ്പോൾ അവൻ നന്നായിട്ട് ടാസ്ക് ആണെങ്കിലും അവൻ്റെ ഒരു സാധനം ബുദ്ധി ഉപയോഗിച്ചാണ് അവൻ ഗെയിം കളിക്കുന്നത്. ചിലപ്പോൾ വരാട്ടോ, എനിക്ക് ഉറപ്പില്ല. എനിക്ക് വരണമെന്നും ആഗ്രഹമുള്ള ഒരാളാണ് ഈ പറഞ്ഞ സായി. കാര്യം അയാൾ അത്യാവശ്യം സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പോയിട്ട് അയാൾ ഭയങ്കര സൈലന്റ് ആയി മാറി. നടുവേദനയും പരിപാടികളൊക്കെ ആയിട്ട് പുള്ളിക്ക് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട്. എനിക്കറിയില്ല, എന്തായാലും ഇവരൊക്കെ വരട്ടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഷിയാസിന് പേഴ്സണലി എന്തായാലും ഏത് ഷോ ഏത് ഒരു കാര്യം നമ്മൾ എടുത്താലും ഒരു ഗെയിം കണ്ടാൽ അതിൽ ഇഷ്ടമുള്ള ഒരു ചെറിയ സോഫ്റ്റ് ഫോണുള്ള ഒരു മത്സരാർത്ഥിയെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ആരാ ഉള്ളത് BB6-ൽ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരാളുടെ പേരെ പറയാനുള്ളൂ. എനിക്ക് ഈ പറഞ്ഞ ജിൻഡോനാണ് പറയാനുള്ളത്. ജിൻഡോ ബേസിക്കലി എനിക്ക് അറിയുന്ന ഒരാളാണ് പുള്ളി. ബേസിക്കലി ഒരു പാവ മനുഷ്യനാണ്, ആ ശരീരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മറ്റേ ജിം എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. എനിക്ക് പാവമായിട്ടാണ് തോന്നിയത്. കാര്യം അയാൾ ഭയങ്കരമായിട്ട് എത്ര കരയുന്ന ഒരാളാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കുറച്ച് സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇത്രയും ഭയങ്കരമായിട്ട് എന്നെക്കാൾ കൂടുതൽ അയാളോട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും കരഞ്ഞിട്ടില്ല. ഓരോരുത്തർ ഔട്ടാകുമ്പോൾ ഒന്നും ഞാൻ കരയാറുണ്ടായില്ല. കാര്യം എനിക്കങ്ങനെ ആ ഷോയിൻ്റെ ഒരു അങ്ങനെയാണെന്ന് അതിന്റെ പാറ്റേൺ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജിൻഡോയെ പറഞ്ഞല്ലോ, അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ എന്താ കുറെ മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറെ പൊട്ടത്തരങ്ങൾ, കുറെ മണ്ടത്തരങ്ങൾ, വലിയ ബുദ്ധിയുള്ള ആളാ. ബുദ്ധി നമ്മൾ പ്രേക്ഷകർക്ക് എനിക്ക് ഒരു ഏറ്റവും വലിയ ദേഷ്യമാണ് മണ്ടൻ. എന്ത് മണ്ടൻ? അയാൾ ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് അവിടെ എല്ലാവരും ഫൈറ്റ് ചെയ്ത് അവിടെ അയാൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവിടെ എത്ര പേര് ഔട്ടായി? അല്ല, ഞാൻ ചോദിച്ചു തീർന്നില്ല. അയാൾ ആ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിക്കുന്ന പോലെ കാണിക്കുന്നത് അതായത് ഗെയിം പ്ലാൻ ആണോ? ഒരു ഗെയിം പ്ലാൻ നിങ്ങൾക്ക് തോന്നുന്നു അയാൾ മണ്ടത്തരം കാണിക്കുന്നത്? നിങ്ങൾ മണ്ടന്മാരാണോ? ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ പിന്നെ നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞു? ജിൻഡോ മണ്ടൻ. അതൊരു സ്ട്രാറ്റജി ആണോ? അയാളുടെ രീതിയിൽ അയാളുടെ ക്യാരക്ടർ എങ്ങനെയാണ്? നിങ്ങൾക്ക് തോന്നുന്നു അയാൾ മണ്ടനാന്നൊക്കെ. അയാളുടെ ഇവിടെ ഒരാൾക്ക് കുറിച്ച് സംസാരിക്കാനോ കുറച്ച് കഴിവുറവും അയാൾക്ക് കുറച്ച് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നങ്ങളും അയാളെ കഥ നിങ്ങൾക്ക് അറിയുമോ? അയാൾ എവിടെ നിന്നിട്ട് അയാൾ ഇത്ര ജിം ഓടിക്കും. അങ്ങനെ ഒരുപാട് കഥകൾ എല്ലാവർക്കും ഒരുപാട് ഇതിലും വലിയ പിന്നെ ട്രാജഡി പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത്. എനിക്ക് ഒരുപാട് നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങൾ പറയുന്ന നിഗമനങ്ങളും നിങ്ങൾ ഇത്ര ഇറിറ്റേറ്റ് ചെയ്തു. നിങ്ങളുടെ വിചാരം നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സംസാരിക്കാനും ഭയങ്കര എല്ലാവരായിട്ടും ഭയങ്കര സെറ്റപ്പ് നിങ്ങൾക്ക് വിചാരമുണ്ട്? അങ്ങനെ ഇല്ല. പിന്നെ ജിൻഡോ മണ്ടത്തരാണോ? അയാളുടെ ഞാൻ പറഞ്ഞു തീർച്ചയാണോ? നിങ്ങൾ എന്തിനാണ് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ഈ പ്രൊവോക്കിംഗ് ക്യാരക്ടർ അതൊന്ന് നിങ്ങൾ പ്രൊവോക്ഡ് ആകുന്നത്. ഞാൻ വളരെ മോശം, ഞാൻ മണ്ടനെന്ന് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇങ്ങനെ കാണിക്കുന്നത് സ്ട്രാറ്റജി ആണോ എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, നിങ്ങൾ എന്തിനാണ് അങ്ങനത്തെ ഒരു ടോക്കേ പറയണ്ട? മണ്ടത്തരം ഉപയോഗിച്ചല്ലോ ഒരാൾ ഗെയിം. അയാൾക്ക് നല്ല ബുദ്ധി ഉണ്ടായിട്ടാണ്. ഞാൻ അദ്ദേഹം അത് ചെയ്തൊരു വീഡിയോ എന്തായാലും ഞാൻ കാണിച്ചു തരാം. എന്ത് വീഡിയോ? താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പൊ ജിൻഡോയെ കുറിച്ച് പറഞ്ഞപ്പോ പുലിയെ പോലെ താങ്കൾ എന്നെ ചാടി ആക്രമിക്കാൻ വന്നു. ഞാൻ പറയട്ടെ ലെറ്റ് മീ കംപ്ലീറ്റ്. മണ്ടത്തരവും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നിയതാണ് പറഞ്ഞത്. അതിനകത്ത് ഇൻസൈഡ് ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞല്ലോ, അതിന്റെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അദ്ദേഹം കാണിക്കുന്നത് ഇതൊക്കെ പറയുന്നത് വേറെ വേറെ ആൾക്കാരുടെ ഫാൻസാരാണ്. ജിൻഡോ ഒരാളുടെ ക്യാരക്ടറിൽ നമുക്ക് ഇത്തരത്തില് വിലയിരുത്താൻ ശരിയാണെന്ന് തോന്നുന്നു. ഇല്ല, അത് പാടില്ല. തെറ്റല്ലേ? ഉണ്ട്. പക്ഷെ ഇപ്പൊ അനീഷ വിളിച്ചത് പൊട്ടൊന്നാണ്. ഫേമസ് ബൈക്ക് റൈഡർ അനീഷ നായർ. അല്ല, ഓൾറെഡി അനീഷ പറഞ്ഞ തന്നെയാണുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തിരിച്ചു തന്ന എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിനുള്ള മറുപടി എന്താണോ അതിനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അനീഷ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കേണ്ടത്. അത് ഉത്തരം മുട്ടിപ്പോയതുകൊണ്ടാണ്. എനിക്ക് താല്പര്യമില്ല.
ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ആകുമ്പോഴാണ് എനിക്ക് പോകുന്നത്. ഓക്കെ, ഞാൻ ഇടിച്ചൊന്നും പോകില്ല കേട്ടോ. നിങ്ങൾ എന്നെ ഇടിപ്പിച്ചോടാന്ന് നോക്കണ്ട ഇങ്ങനത്തെ ഒരു കൂടെ ചോദിച്ചിട്ട്. അല്ലെങ്കിൽ ഇപ്പൊ താങ്കളുടെ സമയം ഞങ്ങൾ ഇത്രയും തന്നല്ലോ, വിലപ്പെട്ട സമയം. ഉയ്യോ, ഭയങ്കരമായി പോയി. ശരി, നീ പറ. അപ്പൊ താങ്കൾ എനിക്ക് എത്ര റേറ്റിംഗ് തരും? റേറ്റിംഗ് ഇതെന്ന് നിങ്ങൾ ഊബർ ടാക്സിയാ റേറ്റിംഗ് തരാൻ, അല്ലെങ്കിൽ സൊമാറ്റോയാ? ഓടാൻ വന്ന തമാശകളൊക്കെ പറയുന്നു മനസ്സിലായി. എക്സെൻട്രിക് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര തമാശ. നിങ്ങളുടെ ഈ ഗോഷ്ടി കാണിക്കുന്ന മോശമാണ്. ഗോഷ്ടിയാ ഇത്? ഗോഷ്ടി കാലും കൈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നല്ലോ നിങ്ങള്. ഒരു ആങ്കർ. മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ ഇത് കാണുക. അവരെന്നോട് ചോദിക്കുകയാണ്, അവരുടെ ഇത്ര നേരം എന്നെ ആയിട്ട് ഇങ്ങനെ ഗണഗണാക്കിയാണ്, അവർക്ക് ഞാൻ എത്ര റേറ്റിംഗ് കൊടുക്കും? നിങ്ങൾ സൊമാറ്റോയിൽ എനിക്ക് ഫുഡ്, എനിക്ക് ഹെൽത്തി ഫുഡും ഹെൽത്തി ഫുഡ് അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ മറ്റേ സ്റ്റാർ 5 അങ്ങനെ ഇട്ട് തരാൻ. എന്റെ പൊന്ന് ചാരിക നിന്നെ കാണാൻ. ആ പാട്ടില്ലേ, ആ പാട്ട് എനിക്ക് കാണുമല്ലേ നല്ല ഇഷ്ടമുള്ള പാടുന്നത്. അപ്പോൾ ആ സിനിമയും ആ ഒരു രാക്ലി പാട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ 90s ഒരു സാധനമാണ്. ഈ ദൂരദർശൻ ചാനലിൽ വരുന്ന ആ പാട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റുള്ള ഷാരിക എന്നുള്ള മറുപടി എന്തായാലും പറഞ്ഞില്ലേ ഇപ്പോഴും റേറ്റിംഗ് ഇല്ലെന്നാണോ? റേറ്റിംഗ് നിങ്ങൾ ഈ കമന്റ് അങ്ങനെ എടുത്ത് വായിക്കുക, അപ്പൊ അറിയാൻ വേണ്ടി നിങ്ങളുടെ റേറ്റിംഗ്. അല്ലാതെ എനിക്ക് നിങ്ങളുടെ റേറ്റിംഗും ഇല്ല. ഈ പരിപാടി നിർത്തണ്ട. ക്യാമറ കട്ട് ചെയ്തോ മതി, നിർത്തിക്ക പരിപാടി, സ്റ്റോപ്പ് ചെയ്തോ. എൻ്റെ പൊന്നളിയ, എൻ്റെ പൊന്നു ശാരിക, ഈ പരിപാടി നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ എന്തിനും വലിയ ന്യൂസ് വല്ല എഴുതി തന്നെ അത് വായിച്ചോ. കാര്യം നന്നായിട്ട് സംസാരിക്കാനും പരിപാടിയൊക്കെ അടിപൊളിയാണ്. നിങ്ങളൊരാളെ ദൈവത്തോട്ട് ഇന്റർവ്യൂ ചെയ്തില്ല കേട്ടോ, നല്ല ഇടി ഇടും സീരിയസ്ലി. ഞാൻ പിന്നെ പെൺകുട്ടിയാണെങ്കിൽ താങ്ക് യു വെരി മച്ച്. എന്നെ തല്ലാതെ നിങ്ങൾ ഇത്ര നേരം ഇരുന്നത് ആ ഒരു എക്സെൻട്രിസിറ്റി കൺട്രോൾ ചെയ്തതിന് നിങ്ങൾ പെൺകുട്ടി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊന്നും ചെയ്യാതെയും ഒന്നും പറയാതെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഒരാണായിരുന്നെങ്കിലേ എന്റെ പൊന്നലെ ക്യാമറ ഒന്ന് ഓഫ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട്, ക്യാമറ ഒന്ന് ഓഫ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി. ഔട്ട് പറഞ്ഞോട്ടെ? ഏത് ഔട്ട്? ഔട്ട് പറയാൻ എന്നാ ബോൾ ചെയ്ത് നിങ്ങൾ, ഞാൻ നിങ്ങളത് ഔട്ട് ചെയ്യാം. അല്ല സീരിയസ്ലി എന്തൊക്കെയോടോ കാം ഡൗൺ ബേബി കാം ഡൗൺ. ആ പാട്ടുണ്ടോ? എൻ്റെ പൊന്നു ശാരിക, ഞാൻ നിങ്ങളത് വീണ്ടും പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടി, ഒരു സ്ത്രീ എന്ന രീതിയിൽ സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്നു. സ്ത്രീ ദൈവമാണ് എന്ന് വെച്ച് തല കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കരുത്, ഇങ്ങനെ ചോദ്യം ചോദിക്കരുത്, മനസ്സിലായോ? ഞാൻ സീരിയസ്ലി, നാളെ മദേഴ്സ് ഡേ ആണ്. നിങ്ങളൊരു മദർ അല്ലേ? നാളെ മദേഴ്സ് ഡേ ആണ്. ഇന്ന് നാളേക്കാട് മദേഴ്സ് ഡേ ആണ്. നിങ്ങളൊരു അമ്മയല്ലേ? അല്ലേ? അതിന് ആൻസർ ഇല്ല. നിങ്ങൾ അമ്മയാണോ? ഞങ്ങൾ ഇവിടെ കണ്ടതൊന്നുമല്ല. I love you, Basi. You are a star, man. Seenal Basi, you are a star. I love you so much, man. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ബിക്കോസ് നിങ്ങളൊക്കെ വേറെ ലെവല്, മാൻ. സീരിയസ്ലി. എങ്ങനെ തെറി പറയാതിരിക്കാൻ എനിക്ക്, ഞാൻ പല ആണാണ് ചിലപ്പോൾ ഞാൻ തെറി അറിയാതെ പറഞ്ഞേ. ഇത് പെൺകുട്ടിയായിട്ട് നിങ്ങൾ എന്ത് പറയാ, ഈ കൺട്രോൾ ചെയ്ത് നിന്നാട്ടെ ഞാൻ സീരിയസ്ലി. ആ പറയും ഔട്ടും ശബ്ദം പോയി. എങ്ങടാ ശബ്ദം ഇടറുന്നുണ്ടോ നിങ്ങൾക്ക്? അല്ല നിങ്ങൾ ചിരിക്കല്ലേ, ഇത്ര നേരം നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ മണമണാന്ന് ചിരിപ്പിക്കല്ലേ. ഔട്ടർ അല്ലേ പറയേ, നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേ. ശ്വാസം വലിച്ചുവിട്ടുവാണെങ്കിൽ മൂന്നോട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഷോയുടെ സ്വഭാവം ഇങ്ങനെയാണ് ഈ ഷോ പോകത്തുള്ളൂ. സോ ഞങ്ങളോട് കണ്ടറിഞ്ഞ് സഹകരിച്ച ഷിയാസിന് ഒരുപാട്. ഞാൻ എന്ത് കണ്ടറിഞ്ഞു? തേങ്ങയാണ്. എന്നെ ഇത്ര നേരം ഞങ്ങള് ഗുണഗുണാന്ന് പറഞ്ഞിട്ട് ഞാൻ സഹകരിച്ചത്രേ. ഞാൻ എന്ത് സഹകരിച്ചു? ഞാൻ സത്യമായിട്ട് ശാരീരിക നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ നിങ്ങളോട് സഹകരിച്ചത്. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നത് ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലകയുടെ മേളിൽ കയറി ഇരുന്ന് അതിന്റെ അകത്തിരുന്ന് ഡാൻസ് കളിച്ച ആളാണ് ഇവിടെ ഇരുന്നത്. എന്റെ പൊന്നു ശാരീരിക അണ്ടിപ്പരിപ്പ് ചെയ്യാൻ അറിയൂട്ടെ. ഗബ്രി എന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ജാസ്മിൻ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് ജീവിതകാലം മൊത്തം എന്റെ ഫ്രണ്ടാക്കി വെക്കാം പറയുന്നുണ്ട്. ഒരു ഫ്രണ്ട് തമ്മിൽ ചെയ്യുന്നതാണോ അവരവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നത്? അല്ല. ഇപ്പൊ മോഹൻലാൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങളുടെ സീസണിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങളുടെ അല്ല 3ാമത്തെ സീസണിൽ റിയാസിനോട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് നിങ്ങൾ മാന്യമായി ബിഹേവ് ചെയ്യുക, ഇതിൽ ഞങ്ങൾക്ക് മ്യൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇതെന്ന്. അപ്പൊ കട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? വൃത്തിയോടൊന്നും നടക്കുന്നില്ല. ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഇരുന്ന് കെട്ടിപ്പിടിക്കുന്നു, അതൊന്നും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, പിന്നെ അവര് സെപ്പറേറ്റ് അവര് പോയി ഇരിക്കി കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും. അത് ഒരു പബ്ലിക് ഷോയിൽ ഇരുന്ന് കാണിക്കുമ്പോൾ അത് അങ്ങനെ ഒരു സ്ട്രാറ്റജി അവിടെ ഇല്ല. പബ്ലിക് കാണിക്കുന്ന മോശമാണ്. എല്ലാവരും ഉമ്മ കൊടുക്കാറുണ്ട്, ഉമ്മ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കണേ, അത് നമുക്ക് അറിയാമല്ലോ അല്ലേ. അഖിൽമാരാതെ ഇവിടെ വന്നിട്ട് മൊബൈൽ പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള കുറെ സ്ത്രീകൾ പൊങ്ങി വന്നുവല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അഖിൽ പറഞ്ഞപ്പോഴാണോ അവർക്ക് അപ്പോഴായിരിക്കും അവർക്ക് ധൈര്യം ഉണ്ടായത്.